കേന്ദ്ര സർക്കാർ പാസാക്കിയ ദേശീയ പെർമിറ്റ് നിയമത്തിന്റെ പിൻബലത്തിൽ പത്തനംതിട്ടയിൽ നിന്ന് കോയമ്പത്തൂരേക്കുള്ള അന്തർ സംസ്ഥാന സർവീസ് ആധുനിക സൗകര്യങ്ങളോടെ തുടങ്ങിയ റോബിൻ മോട്ടോഴ്സ് എന്ന സ്വകാര്യ ബസ്സിനോട് കേരളത്തിലെ മോട്ടോർ വാഹന വകുപ്പിനുണ്ടായത് കൊടിയ അസഹിഷ്ണുതയായിരുന്നു. ഫിറ്റ്നസ് ഇല്ലെന്ന് പറഞ്ഞുള്ള MVDയുടെ പകപോക്കലിനും വേട്ടയാടലിനും ഇരയായി സർവീസിൽ നിന്ന് ഏതാനും ആഴ്ചകളായി വിട്ടുനിന്ന റോബിൻ മോട്ടോഴ്സ് വീണ്ടും നിരത്തിലിറങ്ങിയപ്പോൾ വിടാതെ പിന്തുടർന്ന് ഹീനമായി പകപോക്കുകയാണ് മോട്ടോർ വാഹന വകുപ്പും കേരള സർക്കാരും. പകപോക്കിന്റെ കാര്യത്തിൽ സംസ്ഥാന സർക്കാരിനു പഠിക്കുകയാണോ സർക്കാരിനു കീഴിലുള്ള മോട്ടോർ വകുപ്പും എന്ന് തോന്നുന്ന വിധത്തിലാണ് കാര്യങ്ങൾ. മാസങ്ങൾക്ക് മുൻപ് MVD കണ്ടെത്തിയെന്നു പറയുന്ന നിസാര ന്യൂനതകളെല്ലാം പരിഹരിച്ച് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും ഒപ്പം ട്രിപ്പ് തടയരുതെന്ന ഹൈക്കോടതിയുടെ സംരക്ഷണ വിധിയും വാങ്ങി സർവീസ് പുനരാരംഭിക്കാൻ വണ്ടി പത്തനംതിട്ടയിൽ നിന്ന് റോഡിലിറക്കിയപ്പോൾ തന്നെ സർവീസ് ചട്ടലംഘനമെന്ന ഉമ്മാക്കി കാട്ടി 7500 രൂപ പിഴയിട്ട് നിക്ഷേപ സൗഹൃദ കേരളത്തിലെ പത്തനംതിട്ട MVD പകപോക്കിയതിന്റെ മാനസിക സുഖം ആസ്വദിക്കുകയാണ്. എന്നാൽ ബസ് പിടിച്ചെടുക്കാതെ സർവീസ് തുടരാൻ അനുവദിച്ച ബസ്സിന് വമ്പൻ വരവേൽപ്പാണ് തൊടുപുഴ പാലാ റൂട്ടിലെ കൊല്ലപ്പള്ളിയിൽ വെച്ച് നാട്ടുകാർ നൽകിയത്. ഒരു തരത്തിൽ പറഞ്ഞാൽ ആ സ്വീകരണം പിണറായി ഭരണം മടുത്ത കേരളത്തിലെ ജനങ്ങളുടെ പ്രതിഷേധം കൂടിയാണ്. പക്ഷേ ഏതു കോടതിയുടെ സംരക്ഷണ കവചം ഉണ്ടെങ്കിലും പക തോന്നുന്നവനോട് ഏതറ്റം വരെ പോയിട്ടായാലും പകപോക്കുക എന്നത് നയമായി സ്വീകരിച്ചിരിക്കുന്ന ഭരണകൂടത്തിന്റെ MVD പത്തനംതിട്ടയിൽ വെച്ച് വണ്ടി തടഞ്ഞ് പിഴയിട്ടതുകൂടാതെ അങ്കമാലിയിൽ വെച്ചും തൃശൂർ ജില്ലയിലെ പുതുക്കാട് വെച്ചും ബസ് തടഞ്ഞ് പിഴ ചുമത്തിക്കൊണ്ട് നിക്ഷേപ സൗഹൃദ സംസ്ഥാനമെന്ന് തള്ളിമറിക്കുന്ന കേരളത്തിന് കടുത്ത അപമാനമുണ്ടാക്കിയിരിക്കുകയാണ്. ടൂറിസ്റ്റ് പെർമിറ്റുള്ള ബസ് ഓടാൻ അനുവദിക്കില്ല എന്ന വാശിയാണ് മോട്ടോർ വാഹന വകുപ്പ് പ്രത്യക്ഷത്തിൽ ഉയർത്തിക്കാണിക്കുന്നതെങ്കിലും കേന്ദ്രം പാസാക്കിയ നിയമത്തോടുള്ള വെല്ലുവിളിയും KSRTC നഷ്ടത്തിൽ നിന്ന് നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തുമ്പോൾ ഒരുത്തൻ ലാഭകരമായി സർവീസ് നടത്തുന്നതിനുള്ള ചുരുക്കുമാണ് ഇത്തരത്തിലുള്ള വേട്ടയാടലിന് സർക്കാരിനെ പ്രേരിപ്പിക്കുന്നതെന്ന് വ്യക്തം. സംരംഭകർക്ക് വേണ്ടതെല്ലാം തളികയിൽ വെച്ചു നൽകുന്ന നിക്ഷേപ സൗഹൃദത്തിന്റെ അങ്ങേയറ്റമാണ് കേരളമെന്ന് തള്ളിമറിക്കുമ്പോഴും കേരളം ഉന്നതങ്ങളിലേക്കല്ല അഗാധ കൂപത്തിലേക്ക് തലകുത്തി വീഴുകയാണെന്നതാണ് സത്യം. കോട്ടും സ്യൂട്ടുമിട്ട് സംരംഭമായ ബസിന്റെ മുമ്പിലിരുന്ന് ലോട്ടറി വിറ്റും നട്ടുച്ചയ്ക്ക് നടുറോഡിൽ പായ് വിരിച്ചും കിടന്നും കേരളത്തിൽ പുതിയ സംരംഭങ്ങൾക്ക് പണം നിക്ഷേപിച്ച സംരംഭകർ അവരുടെ ഗതികേട് പരസ്യമാക്കുമ്പോഴും ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത വോട്ടർമാർ പിച്ചച്ചട്ടി നീട്ടി തെരുവിൽ തെണ്ടുമ്പോഴും ഉളുപ്പ് ലവലേശമില്ലാതെ നവകേരളം സൃഷ്ടിക്കാൻ 1.5 കോടിയുടെ ബസിൽ പ്രജകളെ കാണാൻ മുഖ്യമന്ത്രിയും കൂട്ടരും ഇന്നുമുതൽ എഴുന്നള്ളുമ്പോൾ അന്നുതന്നെ സർക്കാരിന്റെ ദുഷിച്ച വ്യവസ്ഥിതികളോട് പോരാടി തന്റേടത്തോടെ യാത്ര തുടർന്ന റോബിൻ ബസിനെ കേരളത്തിലെ ജനങ്ങൾ 2 കൈകളും നീട്ടി സ്വീകരിക്കുകയാണ്. അതെ, ജനം ഉണർന്നു തുടങ്ങിയിരിക്കുന്നു. അടിമാലിയിലെ മറിയ ചേച്ചിയും റോബിൻ ബസിന്റെ ഉടമയും തുടങ്ങിവെച്ച അഴിമതിക്കും ധൂർത്തിനുമെതിരെയുള്ള ചെറുത്തുനിൽപ്പിന്റെ പ്രതിരോധം കേരളം മുഴുവൻ വ്യാപിക്കുന്ന ഈ വേളയിൽ റോബിൻ ബസിന് നേരെ ഇന്ന് നടന്ന വേട്ടയാടലിനെക്കുറിച്ച് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ഫേസ്ബുക്കിൽ കുറിച്ച ചില വാചകങ്ങൾ ഇങ്ങനെയാണ്. 2 ബസ്സുകൾ ഓടിത്തുടങ്ങി. ഒന്ന്, ഒരു സാധാരണക്കാരനായ അംഗപരിമിതൻ തന്റെ കയ്യിലെ സമ്പാദ്യവും ബാങ്ക് ലോണുമൊക്കെയെടുത്ത് ഒരു ബസ് വാങ്ങുന്നു. ആ ബസിന് സർക്കാർ ഉദ്യോഗസ്ഥർ വഴിനീളെ ഫൈൻ നൽകുന്നു. റോബിൻ ബസ്. 2, ഒരു ധൂർത്തനായ ഹൃദയശൂന്യനായ മുഖ്യമന്ത്രി നാട്ടുകാരുടെ നികുതിപ്പണം കൊണ്ട് സർവ്വചട്ടങ്ങളും ലംഘിച്ച് ഒരു ആഡംബര ബസ് വാങ്ങുന്നു. ആ ബസിന് വഴിനീളെ സർക്കാർ ഉദ്യോഗസ്ഥർ സല്യൂട്ട് നൽകുന്നു. റോബിറി ബസ്. സാധാരണക്കാരുടെ ബസ്സും കൊള്ളക്കാരുടെ ബസ്സും ഒരുമിച്ചോടുന്ന നവകേരളം.